Hi, hello once again, welcome back to our channel c&svlog. ഇന്ന് നമുക്ക് പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവർ ചെയ്താലോ. ഞാനിപ്പോൾ ഈ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു റെഡ് കളർ പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ കുറച്ച് പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മളൊന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് അളവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അളന്നൊക്കെ കട്ട് ചെയ്തെടുക്കുക. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ലേ. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാമല്ലോ. ഇനി ഓരോ പീസും വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ. താഴേക്ക് കുറച്ചുകൂടി ലെങ്ത് കൂടിയ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഒരു കുനിപ്പുള്ള ഭാഗമില്ലേ, അവിടെ ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ആന്തൂറിയം പൂവില്ലേ, അതിൻ്റെയൊക്കെ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചധികം പെറ്റൽസ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബഡ്സാണ് വേണ്ടത്. അതിന് നമുക്ക് 2 പീസായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ പെറ്റൽ മേലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തില്ലേ, അവിടെ ശരിക്കും ഇതുപോലെ ആയിരുന്നു ചെയ്യേണ്ടത്. ഞാനത് ഓർത്തില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബഡ്സ് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് സ്റ്റെമ്മാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചുരുട്ടിയെടുക്കുകയാണ്. ഇനി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പെറ്റൽ ഇതുമേലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ലീവ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ ക്രേപ്പ് പേപ്പറാണ് എടുക്കണേ. വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പർ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പെറ്റൽ ചെയ്തതുപോലെ ഞാനതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ക്രേപ്പ് പേപ്പർ ആയതുകൊണ്ട് നമ്മൾ മടക്കിയെടുത്താലും അത് നേരത്തെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും വരാം. എനിക്കങ്ങനെ അറിയില്ലായിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ മനസ്സിലായി. നമുക്ക് സ്റ്റെമ്മിലേക്കായിട്ട് ഈ ഒരു ലീഫ് കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒരു അടിപൊളി ഫ്ലവർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ബഡ്സുമേലായിട്ട് ഞാൻ യെല്ലോ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തായിരുന്നു. ഒരെണ്ണത്തിന് മാത്രമേ അങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തുള്ളൂ. നമ്മൾ കളർ ചെയ്യാത്തതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ കാണാനായിട്ട് ചെറിയ രീതിയിൽ നമ്മുടെ ആന്തോറിയം ഫ്ലവറിൻ്റെ പോലെ ഇല്ലേ, ഇതുപോലെ നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വെച്ച് കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഒരെണ്ണത്തിൽ ഞാൻ കളർ പേപ്പർ വെച്ച് തന്നെ ലീഫ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് ആ ക്രേപ്പ് പേപ്പറാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നൊന്ന് പറയാം കേട്ടോ. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്ലവർ വേസിലൊക്കെ ഞാൻ വേറെ പൂക്കൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടിനുള്ളിലേക്കായിട്ട് ഞാൻ ആ ഫ്ലവേഴ്സ് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.